കൽക്കി, നമ്മുടെ പ്രഭാസ് നായകനായിട്ട് എത്തുന്ന കൽക്കിയാണ് പടം. ഇന്ന് കണ്ട് പുറത്തേക്ക് ഇറങ്ങിയോളൂ. മൾട്ടി സ്റ്റാർ പടം, അതേപോലെ തന്നെ പാൻ ഇന്ത്യ എന്നൊക്കെ വേണം നമുക്ക് പറയാം. എല്ലാ ഭാഷകളിലും ഇറക്കിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണം പടം. അപ്പോൾ പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, മഹാഭാരതം എന്ന് പറഞ്ഞ പുരാണത്തിനെ ബേസ് ചെയ്തിട്ടാണ് പടം വന്നേക്കണം. പടത്തിന് പ്ലോട്ട് നമ്മൾ പടം കണ്ടു തുടങ്ങുമ്പോൾ ഒരിക്കലും ആ സ്റ്റാർട്ടിങ് സംഭവം മിസ്സാക്കരുത്. സ്റ്റാർട്ടിങ്ങിൽ ഒരു 5 മിനിറ്റ് പുരാണമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര വിഷ്വൽ ട്രീറ്റാണ് പടം. നമ്മളൊരു ഹോളിവുഡ് പടം കാണുന്ന രീതിയിലാണ് പിടിച്ചത്. എന്നാൽ ഗ്രാഫിക്സ് ആണെന്നോ അല്ലെങ്കിൽ CG വർക്ക് കാര്യങ്ങളൊക്കെ അവരോടൊക്കെ ചെയ്തിരുന്നു, അങ്ങനെ സംഭവങ്ങൾ നമുക്ക് ഒരു രീതിയിൽ ഒരു പിടിയൊന്നുമില്ല. അത്രയ്ക്ക് പെർഫെക്ഷനോട് തന്നെയാണ് പടം ചെയ്തേക്കണം. 3D വന്നിട്ടുണ്ട്. ഞാൻ കണ്ടത് 3D 3Dയിലൊക്കെ പക്കയാണെന്നൊന്നും പറയാനില്ല. 3D തിയേറ്റേഴ്സ് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് പോയി കാണാം. ഓഡിയോ തിയേറ്റേഴ്സിൽ കാണാം. അപ്പോൾ പടത്തെക്കുറിച്ച് ചെറുതായിട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഇത് മഹാഭാരതത്തിൽ നടന്ന നമ്മുടെ അശ്വത്ഥാമാവിൻ്റെ ഒരു കഥയാണ്. കഥ അങ്ങനെ പറയാൻ പറ്റില്ല, പക്ഷെ അശ്വത്ഥാമാവ് നമ്മുടെ അമിതാഭ് ബച്ചൻ ചെയ്തേക്കുന്ന കഥാപാത്രമാണ്. അതിനകത്ത് നമുക്കറിയാലോ, ഒരു ശിവമണി സംഭവം പുള്ളി നെറ്റിയിലുണ്ട്. പുരാണങ്ങൾ അറിയാവുന്നവർക്ക് അറിയാൻ പറ്റും. അത് കൃഷ്ണൻ പറിച്ചുകൊണ്ട് പോകണം. അവിടെയാണ് പടം സ്റ്റാർട്ട് ചെയ്യണം. അതിന് ശേഷമുള്ള കഥയാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ പടത്തിനെ കുറിച്ച്, ഒരു മഹാഭാരതം നടന്നതിന് ശേഷം 6000 വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ഭൂമിയിൽ ഒരു അവസാനത്തൊരു നഗരി അവിടെ നിൽക്കുകയാണ്. അതാണ് കാശി. ആ കാശിയിൽ ഒരു എന്താ പറയുക, നമ്മുടെ ഇപ്പോഴത്തെ മൾട്ടി ടൗൺ അല്ലെങ്കിൽ മൾട്ടി സിറ്റി എന്നൊക്കെ പറഞ്ഞ പോലെ എല്ലാവിധ സംഭവങ്ങളുള്ള ഒരു സിറ്റിയാണ്. പക്ഷേ അവിടെ പാവപ്പെട്ടവരായിട്ട് തന്നെ ഇരിക്കുന്നു. അവിടെ മരങ്ങളോ പുഴയോ സംഭവങ്ങളോ ഒന്നുമില്ല. അവിടെ ഒരു വലിയൊരു സംഭവം 200 വർഷമായിട്ട് ഒരു, എനിക്ക് തോന്നുന്നു UFO എന്ന് തോന്നുന്നു, അത് പുറത്തുനിന്ന് കറക്റ്റ് പറയാനുള്ളൊരു സംഭവം അവിടെ നിൽക്കുകയാണ്. അതിൻ്റെ ഉള്ളിലുള്ള കളികളാണ് മൊത്തം. അപ്പോൾ താഴത്തെ ആൾക്കാർ അതിൻ്റെ ഉള്ളിലേക്ക് പോകണം. അതിൻ്റെ ഉള്ളിൽ എന്താ സംഭവിക്കണമെന്ന് അറിയണം. അവിടെയാണ് നമ്മൾ വില്ലൻ ഇരിക്കുന്നത്. അപ്പോൾ കമലഹാസനുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. കമലഹാസനുണ്ട്, നമ്മൾ ദുൽഖർ സൽമാനുണ്ട്, അതുപോലെ ദീപിക പദുക്കോൺ, അമിതാഭ് ബച്ചൻ, അങ്ങനെ സ്റ്റാറിൻ്റെ പെരുമഴയാണ് ഇതിനകത്ത്. പടം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ട് കഴിഞ്ഞ് കുറച്ച് എവിടേക്കോ കുറച്ച് വലിച്ച തമാശകളെ കൊണ്ടിട്ടുണ്ട്. അത് തെലുങ്ക് പടമാണല്ലോ, തെലുങ്ക് ആൾക്കാർ അവിടുത്തെ കോമഡിയനെ കൊണ്ടിട്ടിട്ട് കുറച്ച് അലമ്പാക്കുന്നുണ്ട്. അതവിടെ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ പടം പക്കയാണ്. പ്രഭാസിൻ്റെ നമ്മുടെ ബാഹുബലിയിൽ കണ്ട ആ സംഭവമൊക്കെ ഉണ്ടല്ലോ, മാസ്, ആ സാധനങ്ങളൊക്കെ ഇതിനകത്തും ഇഷ്ടം പോലെ കയറി വരുന്നുണ്ട്. നല്ല അഭിനയം കാഴ്ചവെച്ചത് ദീപിക പദുക്കോൺ രക്ഷയില്ല. കലക്കനായിട്ട് ചെയ്തത് നല്ല കേന്ദ്ര കഥാപാത്രം എന്നൊക്കെ വേണമെന്ന് പറയാം. അതുപോലെ അമിതാഭ് ബച്ചൻ. എന്തായാലും പടം തിയേറ്ററിൽ കോരിത്തിരിപ്പിക്കും. അത്രക്ക് ആ ഒരു എന്താ പറയുക, വിഷ്വൽ ട്രീറ്റ് അല്ലെങ്കിൽ വിഷ്വൽ മാജിക് എന്നൊക്കെ പറഞ്ഞ സംഭവമാണ് ഈ പടത്തിനകത്ത് കാണാൻ പറ്റുന്നത്. നല്ല വിഷ്വൽ ക്ലാരിറ്റി ഉള്ള 4K സ്ക്രീൻ ഉണ്ടെങ്കിൽ നല്ല കാര്യം. അതേപോലെ അറ്റ്മോസോ അല്ലെങ്കിൽ ഡോൾബി 7 ഇത് ഈ ഉള്ള തിയേറ്റേഴ്സിൽ പോയി പടം ധൈര്യമായിട്ട് കാണാം. നൈസായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് പടം. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട്. ധൈര്യമായിട്ട് തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റാണ്, പോയി കാണാം. ഇതാണ് കൽക്കി എന്തായാലും ഹിറ്റാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. വിഷ്വൽ ട്രീറ്റ്. അടുത്ത റിവ്യൂവിൽ കാണാം. ടാറ്റ.